എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 174-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ദ്രാവരുണാവാമഹം ഹുവേ ചിത്രായ രാധസേ അസ്മാനഃ സജിഗിഷുസകൃതം. അന്വയം: ഇന്ദ്രാവരുണ വാം ചിത്രായ രാധസേ അഹം ഹൂവേ തദ ആഹൂതൗ യൂവാം അസ്മാൻ സജിഗിഷുഷകൃതം. അതാണ് അന്വയം. വാം, യൂവാം, നിങ്ങൾ എന്നർത്ഥം. ചിത്രായ രാധസേ, വിചിത്രമായ മണിരത്നങ്ങൾ എന്ന ധനം. അഹം ഹൂവേ, ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അസ്മാൻ, കർമാനുഷ്ഠാതാക്കൾ. സജിഗിഷുഷകൃതം, ശത്രുക്കളിൽ നിന്ന് വിജയം നേടി തന്നാലും. അസ്മാൻ, കർമാനുഷ്ഠാതാക്കൾ. സജിഗിഷുഷകൃതം, ശത്രുക്കളിൽ നിന്ന് വിജയം നേടിത്തന്നാലും. അർത്ഥം: ദേവന്മാരായ ഇന്ദ്രാവരുണന്മാരെ, നിങ്ങൾ ഇതുവരെ മുത്തുമണിരത്നങ്ങളായ ധനങ്ങൾ ഉപാസകന്മാർക്ക് നൽകി വരും. ഇന്ദ്രാവരുണന്മാരായ ദേവന്മാരെ അനുഗ്രഹപൂർവം കർമാനുഷ്ഠാതാക്കൾക്ക് അഥവാ ഉപാസകന്മാർക്ക് ധാരാളം മുത്ത്, മണി മുതലായിട്ടുള്ള രത്നങ്ങൾ നൽകുന്നു. അവരുടെ പ്രാർത്ഥന മന്ത്രപൂർണവും സമർപ്പണപൂർണവുമാണ്. അതുകൊണ്ടാണ് അത് ഐശ്വര്യത്തിന് നിദാനമാണ്. മന്ത്രപൂർണവും സമർപ്പണപൂർണവും. പൂർണ്ണമായി ഏകാഗ്രതയോടുകൂടി മന്ത്രത്തെ ജപിക്കുകയും ആ മന്ത്രം ദേവന്മാരുടെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ സമർപ്പണപൂർണമായ മന്ത്രം എന്ന് പറയാൻ കാരണം. അത് ഐശ്വര്യത്തിന് ആധാരമായി തീരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ദേവന്മാർക്ക് ഉപാസകന്മാരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. അത് ഐശ്വര്യത്തിന്റെ അടിസ്ഥാനമാണ്. അപ്രകാരം വിളിക്കപ്പെടുമ്പോൾ ധനധാന്യപൂർണമായ സമ്പത്തുക്കൾ അനുഗ്രാഹകപൂർവം നൽകുന്നതിന് പുറമേ ശത്രുക്കളുടെ ആക്രമണത്തെയും ഇല്ലാതാക്കി ഉപാസകന്മാർക്ക് പൂർണ്ണമായ രക്ഷയെ നൽകി ജീവിതത്തിൽ അവരെ വിജയത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് ഇന്ദ്രാവരുണന്മാർ അനുഗ്രഹപൂർവം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് ഋഷി ഈ മന്ത്രത്തിലൂടെ സൂചിപ്പിക്കുന്നു. ഈ മന്ത്രം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.